Hello guys, welcome back to another episode of Hari Survival Season. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സർവൈവൽ എപ്പിസോഡായിട്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ എപ്പിസോഡ് നമ്പർ 2 എന്നോട്ട് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ എപ്പിസോഡ് 1 ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഇന്നലെ ആയിരുന്നു. അപ്പോൾ അധികം വലിച്ചു നിന്നിട്ടില്ല. Let's get into the video. അപ്പം ഞാൻ എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മൈൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഇപ്പൊ എനിക്ക് അധികം ഒന്നും കിട്ടിയിട്ടില്ല. അതാ കുറച്ച് കോളും കുറച്ച് ഗോൾഡും ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് മൈൻ ചെയ്യാൻ വിചാരിച്ച് ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഫസ്റ്റ് അയൺ ആർമർ ആവാനായിരുന്നു എൻ്റെ പ്ലാന്. ബട്ട് പിന്നെ ഡയമണ്ട് ആവാച്ച്, അതുകൊണ്ടാണ് ഡയമണ്ട് ആവണത്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ മിക്കവാറും ഡയമണ്ട് ഒക്കെ ആവുള്ളൂ. അങ്ങനെയാ. അടുത്ത എപ്പിസോഡില് അയൺ ആർമർ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും മറ്റന്നാൾ ആർക്കുള്ളൂ. മിക്കവാറും ഉറപ്പില്ല. ഇന്നലെയാണ് ഞാൻ യൂട്യൂബിന്റെ ആദ്യത്തെ വീഡിയോ ഇറക്കിയത്. രണ്ടാമത്തെ വീഡിയോ ആണ്. സൗണ്ട് അപ്പോ ഞാനെന്നാലേ എത്തിയിട്ട് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാട്ടോ. കുറേ പണിയുണ്ട്. അപ്പൊ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് പിന്നീട് പോ. ഞാൻ കുറെ കളക്ട് ചെയ്തിട്ട് -59 എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. -59 എത്തിയിരിക്കുകയാണ് എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി കുട്ടി. അപ്പോ കുറച്ചൊന്ന് മൈൻഡ് ചെയ്യട്ടെ. എന്നാലേ ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ബോറടിക്കൂലേ? അപ്പോളേ ഞാൻ ബോറടിക്കാത്ത വിധം സംഗതി സെറ്റ് ആക്കി തരാം. ഞാനേ അടിപൊളിയായിട്ട് ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ട് ഡയമണ്ട് മുഴുവൻ കണ്ടെത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നു. അപ്പൊ ഗൈസ്, ഞാൻ കുറേ നേരം ലിറ്ററലി കുറെ നേരം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഏകദേശം ലോട്ട് ഓഫ് ഡയമണ്ട്സ്, കുറെ ഡയമണ്ട്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം പറയണ്ട, ഞാൻ കുറെ സമയം ഞാൻ ഇതിനു വേണ്ടി നിന്നിട്ടുണ്ട്. കുറെ നേരം ഞാൻ ഇതിന് വേണ്ടി ചെയ്ത് ഏകദേശം ഞങ്ങൾക്ക് സ്റ്റാക്ക് കണക്കിന് സ്റ്റാക്ക് എടുത്ത് ഒരു സ്റ്റാക്ക് ഡയമണ്ട് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അങ്ങനെ കുറെ നേരത്തിന് ശേഷം അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് സ്കെൽറ്റന്റെ. അപ്പൊ കുറെ നേരത്തിന് ശേഷം നമ്മൾ ഫുൾ ഒരു സ്റ്റാക്കും 12 എണ്ണം ഡയമണ്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ലിറ്ററലി കുറെ മണിക്കൂറല്ല, കുറെ സമയം ഇതിൽ നിന്നിട്ടുണ്ട്. കുറച്ച് മിനിറ്റ് ആയിട്ട് തോന്നുന്നു, പക്ഷെ കുറെ സമയം ഞാൻ ലിറ്ററലി ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു വീഡിയോ ആയിട്ടേ തോന്നുള്ളൂ, പക്ഷെ ഞാൻ കണ്ടെത്തിയത് കാണിച്ചു തരികയാണെങ്കിൽ അതാ വയനാടമാണ് ഇപ്പോഴും. ബട്ട് ഇത്രയും സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിറഞ്ഞ ആക്ച്വലി. ഇനി നമുക്ക് വുഡ് വേണം. അതിന് പഴുപ്പൊരു അയണുണ്ട്, സ്മെൽറ്റ് ചെയ്യാൻ പറ്റതാണ്. 2 ഓക്കെ, നമുക്ക് ഇനി ഫുൾ ഡയമണ്ട് ആർമർ ആവണതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. വെട്ടിയുണ്ട് എടുത്തേക്കാം. മൂന്ന് വട്ടം വെച്ചു. കുറെ വലിയ മരം. ഓക്കെ,
അപ്പോൾ ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് കൂടി ഉണ്ടാക്കിയേക്കാം. അവിടെ ജസ്റ്റ് താഴായിട്ട് കൊണ്ടുപോയി വെക്കാം. അങ്ങനെ ഞാൻ പിന്നെ ഓഫ് ക്യാമറയിൽ ഇതാ ഇവിടെ വിൻഡോസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന വേറെ എടുത്തിട്ടേ ഡബിൾ ബെഡ് ആക്കട്ടെ. വേണ്ട, നമ്മുടെ കയ്യിൽ നിന്നോട്ടെ. പിന്നെ ഇത് ബ്ലൂ ബെഡ് ആക്കാം, അതായിരിക്കും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നു. ബ്ലൂ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മള് ബ്ലൂ ബെഡ് ആക്കിയിട്ടുണ്ട്. ഇനി അധികം വേസ്റ്റ് സമയം ചെയ്യാൻ എനിക്കില്ല, സമയം വേസ്റ്റ് ചെയ്യാൻ എനിക്കില്ല. അപ്പോ ഓക്കെ, രണ്ടെണ്ണം പറ്റപ്പോ ഒന്ന് ഇവിടെ പിന്നെ രണ്ടെണ്ണം പുറത്തൊക്കെ ഒന്നിവിടെ ഒന്നിവിടെ. ഇപ്പൊ ബെസ്റ്റ് ആയിട്ടുണ്ട് കാരണം. ഓക്കെ, ഇനി നമുക്ക് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറാണ് നമ്മുടെ ലക്ഷ്യം. ഫസ്റ്റ് നമുക്ക് ഹെൽമെറ്റ് അച്ചീവ്മെന്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് പിന്നെ ലെഗിൻസ്, പിന്നെ ബൂട്ട്സ്, പിന്നെ ഇപ്പൊ നമ്മളെ ടൂൾസ് സ്റ്റിക്കില്ല അല്ലെ, സ്റ്റിക്കോടെ മൂന്നൊന്ന്. പിന്നെ നമുക്ക് ഒരു ഫോണ്, പിന്നൊരു പിക്കാക്സ് ഉണ്ടാക്കാനേ ഉള്ളൂ. നമ്മളിഷ്ടമുള്ള ഉണ്ടുണ്ട്. പിന്നിപ്പോ എന്താ ഉണ്ടാക്കണ്ടേ? ആക്സ് ഉണ്ടാക്കണം. പിന്നൊരു ആക്സ്, പിന്നൊരു ഷവല്. വേണ്ട, ഷവല് മാത്രം മതി. ഇപ്പൊ ബാക്കിതാ ഇത്രയും ബാക്കിയുണ്ട്, 43. ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട, വേണ്ട ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട. ഇവിടെ കിടക്കട്ടെ, സൗണ്ട് ടാക്സ് ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്കൊരു ആർമർ സാധനം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെ വഴിയേ പറഞ്ഞുതരാ, ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കണമല്ലോ. ചങ്ങാതി ലെഫ്റ്റേണും കിട്ടി, സ്റ്റിച്ചിങ് ടേബിളും കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? കടന്ന് ഉറങ്ങൽ മാത്രം നമുക്ക് വേണം. നമുക്ക് രണ്ട് പേരുള്ള ആർമർ സ്റ്റാൻഡ് ഇതിലുണ്ടോ? ഇല്ല കിട്ടുക. നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് സ്ലാബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കിട്ടി. ഇത് ഇവിടെ ഇട്ടു, ഇത് ഇവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. കുറച്ച് ഇവിടെ ഇട്ടണ്ട. ഓക്കെ, അപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. എന്റെ വീട് മുഴുവൻ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യണ്ട. ഇനി
എനിക്ക് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കണ്ടേ. എന്താ വെച്ചാൽ ഒരു വെറുതെ ഡിസൈനിന് വേണ്ടി തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ സാധനം ഇവിടെ നിന്ന് മാറ്റാം. ഇങ്ങനെ വെച്ചിട്ട് ഊരിയിട്ട് ഇതണ്ട് തന്നെ വെച്ചിട്ട് ഒന്ന് മാസം കാട്ടാം. ഓ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് രണ്ടാമത്തെ എപ്പിസോഡില്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഈ സാധനം മുഴുവൻ നടത്തി വെച്ചേക്കാം. ഇനി ഈ ടൂള് കയ്യിലെടുക്കട്ടെ. ഈ ടൂള് വേണ്ട. എന്നിട്ട് ഒരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യണല്ലോ. ഐഡിയ ഉണ്ട് പറഞ്ഞരാ. ഒരു ചെസ്റ്റ് മാത്രം മതി. എന്നിട്ട് ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഈ യൂത്ത് ബോക്സ് എങ്ങനെ ഉണ്ടാക്കാം മറ്റേത് വെച്ചിട്ടല്ലോ. ഈ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഈ ഒരു ടേബിളിന് മാറ്റിയിട്ട് ചെസ്റ്റിൽ വെച്ചിട്ട് ഇത് ഇവിടെ വയ്ക്കാം. ഇതിൽ നമുക്ക് ഇതും 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 ഡയമണ്ട്സ് വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെക്കാനാണ് ഈ ഒരു സാധനം. അപ്പൊ ഇതിന്റെ ടൂൾസ് എല്ലാം നമ്മളെ കയ്യിലുണ്ട് വെച്ചിട്ട് ഈ സാധനങ്ങൾ ബാഗിൽ പോട്ടെ. ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ അങ്ങനെ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്തിടയ്ക്ക് എടുക്കാത്ത എപ്പിസോഡ് കാണാം. കച്ച എപ്പിസോഡ് കാണാം. ബൈ.